ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ പൊന്നിൻ്റെ തിളക്കവും പൊന്നിൻ്റെ ഗുണവും, പൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന വിലയാണ്. അപ്പോൾ പൊന്നിൻ്റെ ഗുണവും, അതായത് സോൾ ഹീറോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏകനായകം എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വിത്തും അതേപോലെ തന്നെ വേരും അതിൻ്റെ തണ്ടും എല്ലാം ഔഷധ ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പൊൻകൊരണ്ടി അല്ലെങ്കിൽ കൊരണ്ടിച്ചെടി, ഏകനായകം അങ്ങനെയൊക്കെ വിളിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ആ ചെടിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏകനായകം അല്ലെ പൊൻകരണ്ടി അല്ലെ പൊൻകൊരണ്ടി, കൊരണ്ടിപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യയുടെ പശ്ചിമഘട്ട മേഖലകളിലും ശ്രീലങ്കയിലും ഒക്കെയാണ് ഇത് ധാരാളമായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഒരു ഔഷധ ഗുണം എന്ന് പറയുന്നത് ഷുഗറുകാർക്ക് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു കൊരണ്ടിപ്പഴം അല്ലെന്നുണ്ടെങ്കിൽ കൊരണ്ടിപ്പഴം അതുണ്ടാവുന്ന ആ ചെടിയുടെ വേര് പറിച്ചെടുത്ത് അത് ഉണക്കി പൊടിച്ച് വെള്ളത്തിൽ കഷായമാക്കിയും വെള്ളത്തിൽ ചേർത്തും കഴിക്കും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ തണ്ടും. ഇതൊരു വള്ളിച്ചെടിയായിട്ടാണ് ഇത് വളരുന്നത്. ഈ വള്ളിച്ചെടിയുടെ തണ്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ആ ഒരു തടിക്കഷ്ണം കുറച്ച് ചീകിയിട്ടിട്ട് നമ്മൾ മറ്റേ പൊടിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കില്ലേ എന്ന് പറയുന്നത് പോലെ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുത്ത് കുടിക്കാൻ പറ്റും. ഷുഗറുകാർക്ക് പഞ്ചസാര, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാനായിട്ട് വളരെ നല്ല ഒരു സാധനമാണ്. പക്ഷേ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡോക്ടർമാർ ഈ ഷുഗറുകാരൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് ഡോക്ടർമാർ എഴുതി തന്ന മരുന്നുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ആയുർവേദ വിദഗ്ധനെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കുക. കാരണം നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് താന്നു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിദഗ്ധ ഉപദേശം തേടിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ ആയുർവേദ തൈലം ലഭ്യമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കഷായം ലഭ്യമാണ്. ഇതിൻ്റെ ഗുളികകൾ, ഏകനായകം മാത്രം ചേർത്തുണ്ടാക്കുന്ന ഗുളികകൾ ലഭ്യമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ വേര് ചെടി പാകമായി മൂത്ത് പാകമായി കഴിയുമ്പോൾ ഇതിൻ്റെ വേര് കട്ട് ചെയ്തെടുക്കും. അത് കട്ട് ചെയ്ത് അതിന് ഉൾഭാഗം നല്ല മഞ്ഞ കളറായിരിക്കും. ആ വേരെടുത്ത് ഉണക്കി പൊടിച്ചാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തടിക്കഷ്ണം കഴിക്കുന്നതും ഒക്കെ ഷുഗറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഗുളികകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയെങ്കിലും വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ അവരോട് ചോദിക്കാതെ അല്ല അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് നമ്മുടെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുകൊണ്ട് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. ഈ പഴം നമുക്ക് ലൈവായിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അകത്തെ വിത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ, ഷുഗറുകാർക്ക് ഏറ്റവും മികച്ച ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാവുന്ന, പണ്ട് കാലങ്ങളിൽ നമ്മൾ വിദേശത്തേക്ക് നമ്മുടെ മരുന്നായിട്ട് കയറ്റുമതി, ആയുർവേദത്തെ അവിടങ്ങളിലൊക്കെ പോപ്പുലർ ആക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഏകനായകം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഏകനായകം അല്ലെങ്കിൽ കൊരണ്ടിപ്പഴം, പൊൻകൊരണ്ടി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ചെടി. കാരണം പൊൻകൊരണ്ടി എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം പൊന്നിൻ്റെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പഴം. കൊരണ്ടി എന്ന് വിളിക്കാൻ കാരണം അത് അത്രത്തോളം, അതിൻ്റെ വിത്ത് അത്രത്തോളം സ്ട്രോങ് ആണ്. ആ ഒരു സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് അതിനെ കൊരണ്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പൊൻകൊരണ്ടി എന്ന് പറയുന്നത് പൊന്നിനോളം വാല്യൂ ഉള്ള ഒന്ന് എന്നാണ് പണ്ട് പഴമക്കാർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള, പ്രത്യേകിച്ച് പ്രമേഹം, നമ്മുടെ നാട്ടിലിപ്പോൾ പ്രമേഹം, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, BP ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാത്തവർ വളരെ കുറവാണ്. ഒരു 50 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 30 പേർക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവും. പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഉണ്ടാവും. മിക്കവരും ഹോസ്പിറ്റലിൽ പോകാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് നമ്മുടെ ഈ ഒരു പഴം എന്ന് പറയുന്നത്. പഴം, ഇതിൻ്റെ വിത്ത്, വേര്, എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പഴം ഇത് നിറയെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇതിനുണ്ടായി വരുന്ന സമയത്ത് പച്ചക്കായാണ്, അത് കഴിയുമ്പോൾ അതൊരു ഓറഞ്ച്, പിന്നെ ഒരു റെഡ് കളറിലേക്ക് വരും. നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാനും, കഴിക്കാനും ചെറിയ മധുരവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലത്തെ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.